വെൽക്കം ബാക്ക് ഇൻ ആർക്കിഡോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ യൂട്യൂബിൽ എന്താ പറയുക ഫോണിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് വീഡിയോ വന്നിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ സ്പെക്ക്, അതായത് നമ്മളൊരു യൂസഡ് ഫോൺ എടുക്കാൻ പോകുമ്പോൾ സ്പെക്ക് നോക്കലുണ്ട്, ഏതാണ് കൺട്രി എന്നുള്ളത്. TDR എടുത്തു കഴിഞ്ഞാൽ നല്ലതാണെന്നൊക്കെ നമ്മളിൽ പല ആൾക്കാരും നമ്മൾ തന്നെ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനും കൂടി ഞാൻ ഈ വീഡിയോ പറഞ്ഞുതരാം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ യൂസഡ് ഫോൺ എടുക്കാൻ പോകുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവും നമുക്ക് ഏത് സ്പെക്ക് എടുക്കണം, അല്ലെങ്കിൽ എങ്ങനത്തെ കണ്ടീഷനുള്ള ഫോൺ എടുക്കേണ്ടതെന്ന്. അതിനുള്ള ഒരു ഉത്തരം ഈ വീഡിയോയിൽ കിട്ടും. കാരണം നമ്മൾ ഒരുപാട് വീഡിയോസിൽ നമ്മളിതിന് പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാർ കാരണം കച്ചവടം ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിവ്യൂ മാത്രമേ ഞങ്ങൾക്ക് തരുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ അവിടെയും വേണ്ടിയും ഗൂഗിളൊക്കെ ചെയ്തിട്ടുള്ള റിവ്യൂസ് ഞങ്ങൾക്ക് തരലില്ല. നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഫോൺ കൊടുത്ത് ഒരു കസ്റ്റമർ കൊടുത്ത് ആ കസ്റ്റമർ ഉപയോഗിച്ച് അവരെ മറുപടി കിട്ടി അത് എക്സ്ചേഞ്ച് കിട്ടി ഞങ്ങൾ തന്നെ കൊടുത്ത് അങ്ങനെ ഒരു റൊട്ടേഷൻ ചെയ്തിട്ടുള്ള ബിസിനസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിലാവും നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ സ്പെക്കുകൾ വരുന്നത്, ഈ സ്പെക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് TDR വരുന്നുണ്ട്, ജപ്പാൻ വരുന്നുണ്ട്, KS വരുന്നുണ്ട്, ഹോങ്കോങ് വരുന്നുണ്ട്, പിന്നെ കുറേ കൺട്രീസ് ഉണ്ട്, ചൈന, കൊറിയ, അങ്ങനെ കമ്പനീസ് ഉണ്ട്. അപ്പോൾ യൂസഡ് ഫോൺ എടുക്കുമ്പോൾ നമുക്ക് ഏത് സ്പെക്ക് എടുക്കുന്നില്ല. ചിലർ TDR തന്നെ എടുക്കണമെന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുക, അതന്നെ വേണം. അപ്പോൾ ചില കച്ചവടക്കാരെന്താ TDR കുറിച്ച് വില കൂട്ടിയിട്ടാവും നിങ്ങൾക്ക് തരിക. നമ്മളങ്ങനെ ഒന്നുമില്ല കേട്ടോ, എല്ലാ സ്പെക്കിനും ഒരേ റേറ്റാണ്, അതിന് മാറ്റങ്ങളൊന്നുമില്ല. പുതിയതല്ല കേട്ടോ ഞാൻ പറയുന്നത്, യൂസഡ് ഫോണിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പുതിയത് ചാടി കയറിയിട്ട് നമ്മൾ പറയുന്നത് പുതിയതിൻ്റെ വേറെ വിഷയം പറഞ്ഞുതരാം. അപ്പോൾ യൂസഡ് ഫോണിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ സ്പെക്ക് കാര്യങ്ങളിപ്പോൾ TDR ആണെങ്കിൽ തന്നെ TDR എന്ന് ഉദ്ദേശിക്കുന്നത് ദുബായിൽ നമ്മളെ സെയിൽസ് റീജിയൻ, അതായത് UAE സ്പെക്ക് ആകുമ്പോൾ ഇവിടുത്തെ സെയിൽസ് റീജിയനാണ്, ഇവിടുത്തെ അനുയോജ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടാവും നിങ്ങൾക്ക് തരാം. ജപ്പാൻ ആകുമ്പോൾ ജപ്പാനിൽ ഫോൺ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കി തരും. ഇപ്പോൾ ജപ്പാനിൽ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് ഞാൻ പറയുമ്പോൾ ക്യാമറയിൽ ഷട്ടർ സൗണ്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ അത് ജപ്പാൻ സ്പെക്കിൽ സൗണ്ട് ഇതേപോലെ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അത് ആഡ് ചെയ്തിട്ടാവും നിങ്ങൾക്ക് തരിക. അപ്പോൾ ഇതേപോലത്തെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാവും ജപ്പാൻ സ്പെക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക. ഇതേപോലെ ഹോങ്കോങ് ആണെങ്കിൽ 2 സിം ഇടാൻ പറ്റുന്ന ഡിവൈസാണ്, HK ഡിവൈസ്. അത് ചൈനയിലും അതേപോലെ തന്നെ 2 സിം ഇടാൻ പറ്റും. അതൊക്കെ അവരുടെ കൺട്രീസിൽ അതിനനുസരിച്ചിട്ട് മേക്ക് ചെയ്തെടുത്ത പ്രൊഡക്റ്റാണ്. TDR ഇപ്പോൾ നിലവിൽ വരുന്നത്, ഇപ്പോൾ യൂസർ ഫോണിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ 14 Pro ഒക്കെ എടുക്കുകയാണെങ്കിൽ സിമ്മ് നമുക്ക് ഒന്ന് ഫിസിക്കൽ സിം ഇടാം, ഒന്ന് ഈ സിം ഇടാൻ പറ്റും. പിന്നെയാണ് പുതിയ 70 Pro സീരീസ് 70 Pro Max സീരീസ് വന്നപ്പോഴാണ് എന്തായത് ഈ സിമ്മിലോട്ട് വന്നത്. ആദ്യമൊക്കെ USA സ്പെക്കിൽ മാത്രമായിരുന്നു ഈ സിമ്മ്, ഇപ്പം അങ്ങനെയല്ല. 17 മുതലുള്ള സീരീസിന് മൊത്തം ഈ സിമ്മാണ്. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ യൂസർ ഫോൺ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് നോക്കുന്നത് കൺട്രീനെക്കാട്ടി ഉപരി ഫോണിൻ്റെ ജസ്റ്റ് ക്വാളിറ്റി. ഈ ബാക്ക് ഗ്ലാസ് ചേഞ്ച് ചെയ്തിരിക്കണോ, അതേപോലെ തന്നെ സ്ക്രീന് ചേഞ്ച് ചെയ്തിരിക്കണോ, ബട്ടൺ മാറ്റിയിരിക്കണോ, ഉള്ളിലത്തെ പാനൽ മാറ്റി, ഉള്ളിലിപ്പോൾ നമുക്ക് അയച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ പുറത്തത്തെ കാര്യങ്ങൾ നോക്കുക, സിസ്റ്റത്തിലിട്ടിട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, സോഫ്റ്റ്വെയർ കാര്യങ്ങൾ നോക്കി. പിന്നെ അത് മാത്രമല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ഷോപ്പിൽ നിന്ന് നമ്മൾ എപ്പോഴും എടുക്കാൻ നോക്കുക എന്നുള്ളത് മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ യൂസർ ഫോണിൻ്റെ കാര്യത്തിൽ ഓരോ സംഭവത്തിൽ ഈ ഗ്രേഡ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ നിങ്ങൾ സ്പെക്ക് ഒരിക്കലും നോക്കിയിട്ട് എടുക്കരുത് കേട്ടോ. അത് ജപ്പാനായാലും USA ആയാലും TDR ആയി കഴിഞ്ഞാൽ സ്ക്രാച്ചോ കാര്യങ്ങളോ. ഇപ്പോൾ ഈ TDRൻ്റെ കേസിൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന കൺട്രിയിലത്തെ ഫോണുകൾ കുറച്ച് സ്ക്രാച്ചസ് ഉണ്ടാവാറുണ്ട്, ലിറ്റിൽ സ്ക്രാച്ചസ് ഉണ്ടാവാറുണ്ട്. പിന്നെ നേരെ കുറച്ച് ഏറ്റവും നല്ല ക്ലീൻ സ്പെക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാൻ സ്പെക്കാണ്. ജപ്പാൻ സ്പെക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രേഡിൽ സാധനം ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ആൾക്കാരെ പേടിയാണ്, നമുക്കിപ്പോൾ ജപ്പാൻ എടുത്തു കഴിഞ്ഞാൽ നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല, സിം ലോക്ക് വരുമെന്നുള്ളത്. അങ്ങനത്തെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. സിം നമുക്ക് നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഏത് കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കാരണം പേഴ്സണലി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ജപ്പാൻ സ്പെക്കും USA സ്പെക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉപയോഗിക്കാം, നാട്ടിലൊക്കെ ഉപയോഗിക്കാം. അങ്ങനത്തെ സിം ലോക്കോ കാര്യങ്ങളൊന്നും ഇല്ല. സിം ലോക്ക് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചിട്ട് തന്നെ അതിൻ്റെ എബൌട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സിം റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സിം ലോക്ക് എന്നുള്ള സംഭവങ്ങൾ കാണിക്കും. അപ്പോൾ കരിയർ ലോക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജ് കാണിക്കും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഫോണുകളൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെ നമ്മളിവിടെ എടുക്കൽ. സിം ലോക്കിനൊക്കെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴും പറയുന്നത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഷോപ്പിൽ വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പിൽ പോയിട്ട് എടുത്താൽ മതി. അതാകുമ്പോൾ നമുക്ക് ഫോൺ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കൊണ്ടുകൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെയുള്ള ഗ്രേഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രേഡ് ഇതേപോലത്തെ ഗ്രേഡിലുള്ള സാധനങ്ങളാണ് കിട്ടൽ. പിന്നെ ജപ്പാന് അതേപോലെ USA, സൗദി എന്നിങ്ങനെയുള്ള ഒരുപാട് സ്പെക്കുകളുണ്ട്. പല കൺട്രീസിലെ സ്പെക്കുകൾക്കും പല വ്യത്യാസങ്ങളാണ്. അതൊക്കെ നിങ്ങൾ ഇനി ഗൂഗിൾ ചെയ്തിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ, അപ്പോൾ കൺട്രീനെ കുറിച്ച് പറയണ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഏത് കൺട്രി ആയി കഴിഞ്ഞാലും യൂസർ ഫോണിൻ്റെ കാര്യത്തിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ iPhone 13 Pro 256 അതേപോലെ 512GB ഒക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന പ്രൈസ് 1550 റംസ് 256GB
1 ഇയർ വാറൻറ്റിയോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. അത് ഈ വാറൻറ്റി ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും നാട്ടിലും വാറൻറ്റി കിട്ടും. ഷോപ്പിൽ നിന്ന് ഇപ്പോൾ ഒരൊറ്റ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിൽ പോയാൽ അവിടുത്തെ ഷോപ്പിലൊക്കെ വാറൻറ്റി കിട്ടും എന്നുള്ളതാണ്. ഇത് 512 GB ആണെങ്കിൽ 1650 ദിറംസ്. പിന്നെ കണ്ടറിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ ബേജാറേ ആവേണ്ട, നിങ്ങൾക്ക് എടുക്കാം. സിം ലോക്കോ കാര്യങ്ങളോ അതിനൊക്കെ വാറൻറ്റി ഞാൻ തരാം. പിന്നെ ബാറ്ററി ചേഞ്ചഡാണ്, കുറച്ച് മുമ്പ് ഇറങ്ങിയ മോഡലാണ്. പിന്നെയും കുറേ ആൾക്കാർക്കാണ് ബാറ്ററി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേടിയാണ്, ബാറ്ററി ചേഞ്ച് ചെയ്താൽ അയച്ച വീസല്ലേ എന്നുള്ളത്. ഫോൺ എന്തിനാണ് അയക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി സർവീസ് ആയി കഴിഞ്ഞാൽ ബാറ്ററി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഫോൺ അയക്കില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് വീണ്ടും പറയുന്നത് അതിൻ്റെ അയച്ചു കഴിഞ്ഞാൽ റീസെയിൽ വാല്യൂ കുറയോ എന്നുള്ളൊരു പേടിയും കൂടി നമ്മളെ മനസ്സിലുണ്ടെന്ന് അറിയാം. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. 30 Pro ഒക്കെ പഴയ സീരീസ് ആണ്. ഇനി 30 Pro നിങ്ങൾ അയച്ച സീരീസ് ഇവിടെ കൊടുത്തിട്ട് ബാറ്ററി മാറ്റിയ സീരീസ് ആണെങ്കിൽ ഞങ്ങൾ തന്നെ എക്സ്ചേഞ്ച് എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം നല്ല കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് മെയിൻ പാനൽ, അതേപോലെ ബോഡി, അതേപോലെ ഗ്ലാസ് ചേഞ്ച്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ആക്കി കഴിഞ്ഞാൽ തന്നെ നല്ല റേറ്റിന് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും, നമുക്ക് എടുക്കാനും പറ്റും. പിന്നെ 30 Pro Max ഉണ്ട് 256 GB. 30 Pro Max നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ് 1800 ദിറംസിന് നമ്മൾ 256 GB നമ്മൾ കൊടുക്കുന്നത്. നല്ല ഗ്രേഡിലുള്ള സ്റ്റോക്കാണ്. 1 കൊല്ലം വാറൻറ്റി ഉണ്ട്. 256 GB ഉണ്ട്. പിന്നെ അതേപോലെ 14 Pro 256 ആണെങ്കിൽ 2000 ദിറംസ്. ഞാൻ ഫസ്റ്റ് കാണിച്ചെന്ന പോലെ തന്നെ 2000 ദിറംസിന് ഇതിൽ സിം ഇടാൻ പറ്റുന്ന ഡിവൈസാണ്. ഇത് മുതലാണ് 40 Pro മുതലാണ് നമുക്ക് ഈ സിം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് USS സ്പെക്കിൽ ഈ സിം മാത്രമായിട്ടുള്ളത്. ഇപ്പോൾ 17 സീരീസ് ഒക്കെ ഈ സിം ആയി. അപ്പോൾ ഇത് സിം ഇടാൻ പറ്റുന്ന ഡിവൈസാണ്. കൊടുക്കുന്ന പ്രൈസ് 2000 ദിറംസ്. 256 ആണ്. 512 GB കൊടുക്കുന്നത് 2200 ദിറംസ്. 1 TBക്ക് 2300 ദിറംസ്. നമുക്ക് കുറച്ചും കൂടി സ്റ്റോറേജ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, സ്റ്റോറേജ് ഇപ്പോൾ 256 എടുത്തിട്ട് 256 മതി, ഇനി കുറച്ചും കൂടി സ്റ്റോറേജ് അഡീഷണൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലൗഡിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പിന്നെ 15 Pro സീരീസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിലവിൽ 17 സീരീസ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വിറ്റ് പോകുന്നൊരു മോഡൽ 15 Pro ആണ്. നമുക്ക് എപ്പോഴും കറൻ്റ്ലി ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് 30 Pro 50 Pro ഏറ്റവും ക്വാണ്ടിറ്റി ഉണ്ടാവും. കാരണം ഏറ്റവും മൂവിങ് ഉള്ളതും ഫാൻസിയർ കൂടുതലുള്ളതും അതിനാണ്. 50 Proനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ് 256 GB 512 GB 1 TB എന്നിങ്ങനെയുള്ള സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നോക്കിക്കോളും, ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടാവില്ല. 0 സ്ക്രാച്ചിൽ 15 Pro 256 GB വന്നിട്ടുണ്ട്. കൊടുക്കുന്ന പ്രൈസ് 2500 ദിറംസ്. 512 GBക്ക് ആണെങ്കിൽ 2650 ദിറംസ്. 1 TBക്ക് ആണെങ്കിൽ 2800 ദിറംസ് എന്നിങ്ങനെയുള്ള പ്രൈസാണ് വരുന്നത്. 1 വർഷം വാറൻറ്റി ഉണ്ട്. ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളോ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. 100 ബാറ്ററി ഉണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം, ഉപയോഗിക്കാം. 1 കൊല്ലം വാറൻറ്റി നമ്മൾ കൊടുക്കാൻ തന്നെ കാരണം അതാണ്, ചൂസ് ചെയ്തിട്ട് എടുത്താണ്. പിന്നെ 16 Pro 256 ഉണ്ട് 3250 ദിറംസിന്. 256 90% ബാറ്ററി എടുത്തുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് 50 Pro Maxനെ കുറിച്ച് പറയാം. 50 Pro Max 256 GB നല്ല അടിപൊളി സാധനം. 512 GB ഉണ്ട്, 256 ഉണ്ട്. 256ന് കൊടുക്കുന്ന പ്രൈസ് 2750 ദിറംസിന് നല്ല ഗ്രേഡിലുള്ള സാധനം കിട്ടും. അതേപോലെ തന്നെ 512 GB ആണെങ്കിൽ 2850 ദിറംസിന് 512 GB സ്വന്തമാക്കാം. 1 TB സ്റ്റോക്ക് വന്നിരുന്നത് 2950 ദിറംസിനാണ്. സ്റ്റോക്ക് ഇപ്പോൾ കറൻ്റ്ലി സ്റ്റോക്കില്ല, നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാൻ പറ്റും. നിങ്ങൾ വിളിച്ചാൽ മതി, സ്റ്റോറിനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. 40 Pro Max ഉണ്ട് 2400 ദിറംസിന്. 100 ബാറ്ററി ചേഞ്ചഡാണ്, കുറച്ച് മുമ്പ് ഇറങ്ങിയ മോഡലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി ഗ്രേഡിലുള്ള സാധനം സ്വന്തമാക്കാം. സാധനം നോക്കിക്കോ. അപ്പോൾ ഫോണിൻ്റെ ഞാൻ പറയില്ല, നമ്മൾ സ്പീഡാക്കുന്ന വീഡിയോ ലെങ്ത് ആവേണ്ട വെച്ചിട്ട് കരുതിയിട്ടാണ്. കാരണം അല്ലാതെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് നിങ്ങൾക്ക് ഫോണിൽ വാട്സപ്പിൽ കിട്ടിയതിന് ശേഷം പ്രൈസും കാര്യങ്ങളും ഓക്കെ ആയതിന് ശേഷം. കാരണം മാർക്കറ്റാണ്, പുറത്ത് വില കുറവിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ചാമ്പ്യൊന്നും പറയില്ല, നമ്മളെ പ്രൈസിന് പറഞ്ഞു നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല, നോ ഇഷ്യൂ. പിന്നെ ഉള്ളത് 16 Pro Max ആട്ടോ. 60 Pro Maxൻ്റെ ഒരു കണ്ടീഷൻ ഒക്കെ ജപ്പാൻ സ്പെക്കാണ്. നല്ല അടിപൊളി സാധനമാണ്. 90% ബാറ്ററി 3450 ദിറംസിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 1 വർഷമാണ് വാറൻറ്റി. 60 Pro Max ആണ്. അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടുന്ന ഒരു മുതൽ 60 Pro 2-3 പീസ് ഉണ്ടാവും Pro Maxൽ. നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം 60 Pro Max. അപ്പോൾ അതും ഞാൻ പറഞ്ഞ്. പിന്നെ അതേപോലെ തന്നെ 60 Pro Maxനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ വേറൊരു സാധനം നിങ്ങൾക്ക് സ്പെഷ്യൽ ഐറ്റം കാണിച്ചു തരാം. ഇത് നോൺ ആക്റ്റീവ് ഡിവൈസാണ്. ഈ ഒരു ഫോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ആപ്പിൾ കെയർ പ്ലസ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പുള്ളി എന്തോ ഇത് ഫോൺ കംപ്ലൈൻറ്റ് ആയപ്പോൾ ആപ്പിൾ സ്റ്റോർ കൊണ്ടുപോയി അവർക്ക് വേറെ റീപ്ലേസ്മെൻറ്റ് ഫോൺ കൊടുത്തു. നോൺ ആക്റ്റീവ് സീരീസ് ആണ്. അതും TDR എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ TDR മെൻഷൻ കസ്റ്റമറെ കുറേ ആൾക്കാർ TDR ഒക്കെ കുറേ വില എടുക്കുന്നുണ്ട്. കുറേ ഷോപ്പുകാരൊക്കെ TDR പുതിയ ഫോണിൻ്റെ കേസിൽ വില കൂടുതലുണ്ട്. അപ്പോൾ ഇത് കസ്റ്റമർ ഇടയിൽ ഉള്ളിൽ കയറിയുണ്ട്. ഓൾക്ക് എന്താ TDR എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രത്യേകിച്ച് അതാണ് ഒറിജിനൽ എന്നുള്ളതൊക്കെ ആൾക്കാരെ മൈൻഡിൽ കയറി. അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ. ഒറിജിനൽ എല്ലാ ഫോണും ആപ്പിളിൻ്റെ തന്നെയാണ്. പിന്നെ റീഫർബിഷ്ഡ് കാറ്റഗറി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ ഒരു വീഡിയോനായിട്ട് ഇത് ചെയ്യേണ്ടി വരും.
60 Pro Max TDR നോൺ ആക്റ്റീവ് 3750 dirhams. ഇത് ആപ്പിൾ വാറൻറ്റി ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ അറിയുള്ളൂ. പക്ഷേ ആപ്പിൾ വാറൻറ്റി ഉണ്ട്, ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ആപ്പിൾ വാറൻറ്റി ഒരു 2-3 മാസമാണെങ്കിൽ തന്നെ ഞങ്ങളൊരു വാറൻറ്റി 1 വർഷം നിങ്ങൾക്ക് തരും. അപ്പോൾ അത് സ്റ്റോക്ക് ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 40 Pro 512GB ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു. അതുപോലെ ഇനിയിപ്പോൾ ഏതെങ്കിലും സ്റ്റോക്ക് ഞാൻ വിട്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഇതേപോലെയുള്ള സ്റ്റോക്കുകൾ എല്ലതും നമ്മളെ സ്റ്റോറിലുണ്ട്. ഇനി പുതിയ ഫോണിൻ്റെ സീരീസിലോട്ട് വരികയാണെങ്കിൽ 17 Pro സിൽവർ, അതേപോലെ ഓറഞ്ച്, ബ്ലൂ, 17 Pro Max, അതേപോലെ ബ്ലൂ, ഓറഞ്ച്, 17, അതേപോലെ 16, 256 ബ്രാൻഡ് ന്യൂ ഫോണുകൾ. ഇത് ഡെയിലി പ്രൈസ് മാറും. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഡെയിലി പ്രൈസ് മാറും. ഞാനിപ്പോൾ ഇന്നൊരു പ്രൈസ് പറഞ്ഞൊരു വീഡിയോ ഇത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന ഡേറ്റിൽ ചിലപ്പം പ്രൈസ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താവും, വിളിക്കുമ്പോൾ ഒരു പ്രൈസ്, വീഡിയോയിൽ വേറെ പ്രൈസ് എന്നുള്ള കമൻറ്റ്സ് വരും. അതുകൊണ്ട് നിങ്ങൾ ഈ ഫോണ് ഇവിടെ സ്റ്റോക്ക് അവൈലബിലിറ്റി ഉണ്ട്, നിങ്ങൾ വിളിക്കുക, പ്രൈസ് പറഞ്ഞുതരും. ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് സാധനം കിട്ടും. ഓക്കെ ആണെങ്കിൽ എടുക്കാം. പിന്നെ അത് മാത്രമല്ല, നമ്മൾക്ക് ഇവിടെ ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ ടാബി, തമാര ഫെസിലിറ്റീസ് ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. EMI സൗകര്യങ്ങളായിട്ട് ബ്രാൻഡ് ന്യൂ ഫോൺസ് കൊടുക്കുക, യൂസർ ഫോൺസ് കൊടുക്കാം, എല്ലാം കൊടുക്കാൻ പറ്റും. പിന്നെ പുതിയ ഫോണിൻ്റെ കേസിൽ വേറൊരു കാര്യം കൂടി പറയാം. സ്പെക്കിൽ ഞാൻ നേരത്തെ യൂസർ ഫോണിൻ്റെ കാര്യം പറഞ്ഞ മാതിരി ജപ്പാന്, USA, അതേപോലെ TDR, ഹോങ്കോങ് പറഞ്ഞാൽ സിം ഇടാൻ പറ്റുന്നത്. ഈ ഡിവൈസിൻ്റെയൊക്കെ പ്രൈസിൽ വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ യൂസർ ഫോൺ എടുക്കാൻ പോകുമ്പോഴും സ്പെക്ക് നോക്കാതെ നിങ്ങൾക്ക് ഏതാണ് സ്പെക്ക് അതെടുക്കാം. ബ്രാൻഡ് ന്യൂ ഫോണിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കാരണം പുതിയ ഫോണാണ്, പൊട്ടിക്കാത്ത പീസാണ്. റേറ്റിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. ജപ്പാൻ സ്പെക്കിന് റേറ്റ് കുറയും, TDR സ്പെക്കിന് റേറ്റ് കൂടും, ഹോങ്കോങ് സ്പെക്കിന് റേറ്റ് കൂടും. അങ്ങനെയുള്ള ഒരു വേരിയേഷൻ ഉണ്ടാവും. നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോകളിൽ അപൂർവമാണ്. കാരണം അത്രയും പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത്. പിന്നെ ഒരു കാരണവശാലും ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മളെ എക്സ്പീരിയൻസിൽ യൂസർ ഫോൺ വിറ്റ എക്സ്പീരിയൻസിൽ ഞാൻ അങ്ങോട്ട് വീണ്ടും പറയുന്നത്, സ്പെക്കോ കാര്യങ്ങളോ നിങ്ങൾ നോക്കുക വേണ്ട. നിങ്ങൾക്ക് പല യൂട്യൂബേഴ്സ് തന്നെയാണ് പല ആൾക്കാർ വീഡിയോസ് ചെയ്തിട്ട് നമ്മളത് മനസ്സിൽ കൊണ്ട നടക്കുകയാണ്. TDR ആണ് ഒറിജിനൽ, അത് മാത്രം എടുത്താൽ മതി എന്നുള്ളത്. അങ്ങനെ വന്ന് കുറേ കസ്റ്റമേഴ്സ് ഇവിടെ ചെക്ക് ചെയ്യുന്നവരുണ്ട്. അവരെ കാണുമ്പോൾ നമുക്ക് പറയാനില്ല, കാരണം അവരുടെ മൈൻഡിൽ ഓൾറെഡി കയറി. അപ്പോൾ ഈ സൗദിയിൽ ജീവിക്കുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് TDR എടുക്കില്ല, ജപ്പാനിൽ ജീവിക്കുന്ന ആൾക്കാർ TDR എടുക്കില്ല, അവരൊക്കെ ജപ്പാൻ എടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ സ്പെക്ക് കിട്ടുള്ളൂ, TDR കിട്ടില്ല. അപ്പോൾ നമുക്ക് കൺട്രീസ് മിക്സ്ഡ് ആണ്, ഗ്രേഡിലാണ് കാര്യം. ഏറ്റവും നല്ല ഗ്രേഡ് നോക്കുക, അതെടുക്കുക. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ഷോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ സർവീസ് ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ എന്ത് കംപ്ലയിൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് റിപ്പയർ ചെയ്ത് റെഡി ആക്കി തരും. ബാറ്ററി മാറ്റാനാണെങ്കിൽ കുറച്ച് മുമ്പ് ഇറങ്ങിയ മോഡൽസൊക്കെ ബാറ്ററി മാറ്റാനുള്ള സർവീസുള്ള സാധനം ഉണ്ടെങ്കിൽ 1 വർഷം വാറൻറ്റിയോട് കൂടിയിട്ട് ബാറ്ററി മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ലൊക്കേഷൻ മറക്കണ്ട, ബർദുബായ് അൾട്രാഫാസ്റ്റ് നിയർ അൽ ഇർഷാദ് കമ്പ്യൂട്ടർ. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആയെന്നറിയാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പ്രൈസും കാര്യങ്ങളും കൂടി റെസൈലിനെക്കാട്ട് ഉപരി ഞാൻ പറഞ്ഞിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ എന്താവട്ടെ, നിങ്ങളെ കമൻറ്റ് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ